നമസ്കാരം. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയ്ക്കൊരു ട്രെൻഡാണെന്ന്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അതൊരു പുതിയ രൂപത്തിലേക്ക് വന്നു. ഞാൻ ഈ തമ്പനയിൽ കാണിച്ച കണക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടാകും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരകാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പം ഞാനിന്ന് പറയുന്നത് കറുത്ത ചരട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് അത് നിസ്സാരമായി കണക്കാക്കേണ്ട, അതിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ അത് നമ്മൾ മനുഷ്യനുണ്ടായ കാലം തൊട്ട് ആദിമകാലം മുതൽ മനുഷ്യരെല്ലാവരും ഇത് കയ്യിൽ കെട്ടുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ കണ്ടുവരുന്ന നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണുമായിരിക്കും, കാലിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒറ്റക്കാലിൽ ചരട് കെട്ടിയേക്കും. പുരുഷന്മാരും കെട്ടുന്നുണ്ട് കേട്ടോ. അതിൽ എന്താണ് അതിൻ്റെ ഒരു സത്യം, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരട് പ്രത്യേകിച്ചും കറുത്ത ചരട് നമ്മൾ കയ്യിൽ കെട്ടുന്നത് വളരെ നല്ലതാണ്. അത് 9 കെട്ട് ഇട്ട്, അതായത് കർമ്മികൾ മന്ത്രപൂരിതമായിട്ടുള്ള 9 കെട്ടുകൾ ഇട്ടതിന് ശേഷം അത് നമ്മുടെ കയ്യിൽ സാധാരണ ധരിക്കാറുണ്ട്. ചില ആൾക്കാർ കഴുത്തിൽ ധരിക്കാറുണ്ട്. അത് കറുത്ത ചരടിന് അങ്ങനെ വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എന്ന് വെച്ചാൽ രാഹുകേതു ദോഷങ്ങൾ ഒഴിയുന്നതിനും ശനിദോഷ പരിഹാരങ്ങൾ ഒഴിയുന്നതിനും അതുപോലെ ശത്രുദോഷമോ കൺപേർ ദോഷമോ ഒക്കെ വന്നാൽ അതിൻ്റെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് ഈ കറുത്ത ചരട് 9 കെട്ടിട്ട്, അത് വെറുതെ കെട്ടിട്ടാൽ പോരാ, ക്ഷേത്രത്തിലോ അതറിയാവുന്ന പൊറ്റിമാരിലോ ഒക്കെ കൊടുത്തിട്ട് അവരതിനെ മന്ത്രം ജപിച്ചുകൊണ്ട് അത് 9 കെട്ട് കെട്ടി അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിന് കൂടിയാൽ 7 ദിവസം മാത്രമേ അത് ഫുൾ പവർ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ കാലിൽ ചരട് കെട്ടുന്നത്, അത് അങ്ങനെ അതിനകത്ത് ഒരു സത്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ കാലിലേക്ക് ചരട് ജപിച്ച്, ഞാൻ ഒരുപാട് ക്ഷേത്രത്തിൽ ഇരുന്നിട്ടുള്ളതാണ്. ഇന്ന് വരെയും കയ്യിൽ കെട്ടാനോ അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടാനോ അല്ലെങ്കിൽ ഇടുപ്പിൽ അരയിൽ കെട്ടാനോ എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ കയ്യിൽ കെട്ടുന്നതിൻ്റെ നീളം ഒരു കണക്കിനും, ഇടുപ്പിൽ കെട്ടുമ്പോൾ കുറച്ച് വലുതായിട്ടും കഴുത്തിൽ കെട്ടുമ്പോൾ കുറച്ചുകൂടി മനോഹാരിതയൊക്കെ കൂട്ടിയൊക്കെ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ 3 ഭാഗങ്ങൾ പറയുന്നത്. പുരാണങ്ങളിൽ അത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ ചരട് ജപിച്ച് കെട്ടലോ. ഒന്ന് കഴുത്തിലോ കയ്യിൽ 2 ഭാഗത്ത് കെട്ടാം, ഈ ഭാഗത്തും കെട്ടാം ഇവിടെയും കെട്ടാം. ഇല്ലെങ്കിൽ നമ്മൾ അരയിൽ കെട്ടുക. കാലിൽ കെട്ടുന്നത് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്, ഒരു ഫാഷനായിട്ടാണത് കണക്കാക്കുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ടൊരു ഗുണമുള്ളൂ, അത് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് കാര്യം. ജപിച്ച ചരടൊന്നും ഒരിക്കലും നമ്മൾ കാലിൽ കെട്ടാൻ പാടില്ല. കാര്യം ഒരുപാട് അശുദ്ധികൾ കഴിഞ്ഞു പോകുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കറുത്ത ചരടൊക്കെ നമ്മളിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. മിക്ക ആൾക്കാരും പ്രത്യേകിച്ചും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് ജപിച്ച് കിട്ടുന്നതിൻ്റെ അത്രയും ഫലം ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കണക്ക് കൺപേർ ദോഷം, നാവേർ ദോഷം, ശത്രുദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് വരാതിരിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കറുത്ത ചരട് കെട്ടുന്നത് നല്ലതാണ്. അത് പുരാണങ്ങൾ പറയുന്നുണ്ട്. അത് കാലിൽ കെട്ടുന്നത് നല്ലതായിരിക്കാം. പക്ഷെ അങ്ങനെ കെട്ടുമ്പോൾ അതിനോടൊപ്പം ഒരു വെള്ളി ചുട്ടി എന്തെങ്കിലും നമ്മൾ ഒരു റൗണ്ടായിട്ട് വരുന്ന എന്തെങ്കിലും ഒന്ന് കാലിൽ കെട്ടുന്ന, കയ്യിൽ എവിടെ കെട്ടിയാലും അത് കാലിൽ കെട്ടുന്നതിനെ കുറിച്ച് ഞാനത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ എവിടെയായാലും കയ്യിലോ കഴുത്തിലോ ഒക്കെ കെട്ടുകയാണെങ്കിൽ ഒരു വെള്ളി നമ്മൾ കെട്ടുന്ന, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെതോ പഞ്ചലോകത്തിൽപ്പെട്ട ഏതോ കെട്ടാം. പക്ഷേ കാലിൽ അഥവാ നിങ്ങൾ അങ്ങനെ ചുട്ടി കെട്ടുകയാണ്, ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് മുത്തുമണി പോലെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു കാരണവശാലും കാലുകളിൽ പാദങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ സ്വർണം ഉപയോഗിക്കരുത്, വെള്ളി ഉപയോഗിക്കാം, അതിനകത്ത് തെറ്റില്ല. അപ്പോൾ എന്തിനാണ് ഇന്നത്തെ ഈ തലമുറ കാലിൽ ഇങ്ങനെ ഒരു അതും ഒറ്റക്കാലിൽ ചരട് കെട്ടുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഫാഷൻ്റെ അതുമായി ബന്ധപ്പെട്ട് മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് യാതൊരു മറ്റു വിധത്തിലുള്ള, അതായത് ഒരു ചരട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് വാങ്ങിച്ച് കെട്ടുന്നതിൻ്റെ ഒരു ഗുണങ്ങളും അതുകൊണ്ടില്ല. അത് കെട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണവുമില്ല, എന്നാൽ അതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെ മാനസികമായ ഇഷ്ടങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പം ചരട് കെട്ടുന്നത് എന്തിനാണെന്നും ചരട് കെട്ടിയാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെയാണ് ഞാൻ ഇതിനോടൊപ്പം അതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാന വിഷയം, കാലിൽ നമ്മൾ ഒറ്റക്കാലിൽ ഒരു കറുത്ത ചരട് കെട്ടി നടക്കുന്നത് അതിനെന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദ്ദേശവും ഇല്ല, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്നത്തെ മറ്റൊന്നുമില്ല.
നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ശത്രുദോഷങ്ങളോ പ്രേതബാധ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ സമയക്രമം അനുസരിച്ച് അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം അറിയണമെങ്കിൽ നേരിട്ട് വരാം. അത് തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.